ചില ആളുകൾ അവർക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടായാലും ശരി, തങ്ങളുടെ കുറവുകളെ ഓർത്ത് എപ്പോഴും അവർ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അവർ ഒരിക്കലും ഒന്നിലും സംതൃപ്തരാവുകയില്ല. എന്നാൽ മറ്റു ചിലർ അവർക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അവർ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. നമ്മുടെ കുറവുകൾ ഓർത്തിരിക്കാൻ പലർക്കും വലിയ താല്പര്യമാണ്. എന്നാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇന്നു തന്നെ ഒരു വെള്ള പേപ്പർ എടുത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിൽ കുറിച്ചിടുക. നല്ല ആരോഗ്യം ഉണ്ട്, നല്ല കാഴ്ചശക്തി നമുക്കുണ്ട്, നല്ല കേൾവി ശക്തിയുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്, നമ്മളെ അവയവങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, എവിടെയും പോവാനും എല്ലാത്തിനും നമുക്ക് കഴിയുന്നു. അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ തെളിയും. ആത്മാർത്ഥമായ ആഗ്രഹവും കഠിനാധ്വാനവും ആത്മസമർപ്പണവും ആത്മവിശ്വാസവും ദൈവവിശ്വാസവും ഉണ്ടെങ്കിൽ നാം ആഗ്രഹിക്കുന്ന പദവികളിലെത്താൻ നമുക്ക് കഴിയും. നമ്മുടെ മനോഭാവങ്ങളിൽ വരുത്തുന്ന മാറ്റമാണ് ഈ ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നെഗറ്റീവായി ചിന്തിക്കുന്നവർ ഒരിക്കലും ഒന്നിലും നന്മ കാണില്ല. പോസിറ്റീവ് ചിന്താഗതി വളർത്തിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നെഗറ്റീവായി ചിന്തിക്കുന്നവരുമായുള്ള സംസാരം ഒഴിവാക്കാനും നാം ശ്രദ്ധിക്കണം. 100 മില്ലി വെള്ളം കൊള്ളുന്ന ഗ്ലാസ്സിൽ 50 മില്ലി മാത്രം വെള്ളമുള്ളപ്പോൾ 2 പേർ അത് കാണുവാനിടയായി. ആദ്യത്തെ ആൾ പറഞ്ഞു പകുതി ഒഴിഞ്ഞ ഗ്ലാസ്, രണ്ടാമത്തെ ആൾ പറഞ്ഞു പകുതി നിറഞ്ഞ ഗ്ലാസ്. ഇതിൽ രണ്ടാമത്തെ ആളിൻ്റെ ചിന്താരീതിയാണ് പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കുവാൻ ശ്രദ്ധിക്കുന്നവരിലുണ്ടാകേണ്ടത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നതിനു പകരം അവരിലെ നന്മകൾ കണ്ടെത്തുവാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതവും കൂടുതൽ സന്തോഷകരമാകും. ആരും ഈ ലോകത്തിൽ പൂർണ്ണരല്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മറക്കാതിരിക്കാം. പോസിറ്റീവായി ചിന്തിക്കുന്നവർ എപ്പോഴും ഉത്സാഹമുള്ളവരും സന്തോഷമുള്ളവരുമായിരിക്കും. ജീവിതത്തിൽ എന്തൊക്കെ പരാജയങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അവയൊക്കെ ധീരമായി നേരിടുവാൻ ഇവർക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ ചിന്താരീതിയാണ് മാറ്റേണ്ടത്. നമ്മൾ ഏത് പൊസിഷനിലാണെങ്കിലും എവിടെയാണെങ്കിലും എപ്പോഴും പോസിറ്റീവുകൾ നമ്മൾ കണ്ടെത്തുക, നെഗറ്റീവിനെ നമ്മൾ ഒഴിവാക്കുക. ആ ചിന്തയെ ഒഴിവാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതി കൈവരിക്കാൻ കഴിയും.